അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു കുഞ്ഞു വ്ളോഗും ആയിട്ടാണ്. ലഞ്ച് ടൈമിലെ കുറച്ച് വിശേഷങ്ങളും ഒന്ന് രണ്ട് റെസിപ്പീസും പിന്നെ ഞങ്ങളുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളുമാണ് ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. ചാനലിലെ ആദ്യത്തെ വ്ളോഗാണിത്. കൊച്ചു കൊച്ചു മിസ്റ്റേക്സൊക്കെ ഉണ്ടാവും, എല്ലാവരും ഒന്ന് ക്ഷമിച്ച് തരിക. വ്ളോഗ് കണ്ടിട്ട് എങ്ങനെ ഉണ്ടെന്ന് എല്ലാവരുടെ അഭിപ്രായങ്ങളും കമൻ്റായിട്ടൊന്ന് അറിയിക്കുക. ചെറിയ ടെൻഷനൊക്കെ ഉണ്ട് വ്ളോഗ് എടുക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ. ആദ്യം വിചാരിച്ചിട്ടൊന്നുമില്ല വ്ളോഗ് എടുക്കണം എന്നൊക്കെ, പെട്ടെന്നുള്ള ഒരു തീരുമാനമായിരുന്നു വ്ളോഗ് എടുക്കണം എന്നുള്ളതൊക്കെ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക, ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നമ്മുടെ ആദ്യത്തെ റെസിപ്പി കല്യാണ വീട്ട് സ്റ്റൈലിലുള്ള ചിക്കൻ ബിരിയാണിയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്, അടി കട്ടിയുള്ള. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഡാൽഡ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1.5 കിലോ റൈസ് വെച്ചിട്ടുള്ള ബിരിയാണിയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് എത്ര റൈസ് വെച്ചിട്ടാണോ നിങ്ങൾ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഡാൽഡ ചേർത്ത് കൊടുക്കും. ഡാൽഡ മെൽറ്റായി ഇനി ഇതിലേക്ക് നന്നായിട്ട് ചൂടായിട്ട് വെച്ചിട്ടുള്ള നമുക്കൊരു 1/4 ടീസ്പൂൺ വലിയ ജീരകം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള 5 വലിയ ഉള്ളിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് വഴറ്റി കൊടുക്കാൻ പോകുന്നത്. നൈസായിട്ട് തന്നെ അരിഞ്ഞെടുക്കുക, അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടും, പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും ചെയ്യും ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ. ഉള്ളി വഴറ്റാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് അല്പം ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചിട്ട് വേവിക്കാം. ജാർ എടുത്തിട്ടുണ്ട്, അതിലേക്ക് 7 പച്ചമുളകും കുറച്ച് വെളുത്തുള്ളിയും 1/2 ടീസ്പൂൺ ഇഞ്ചിയും ഒക്കെ പാട് ചേർത്തിട്ട് നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റാണ് ഇതിന്. കാരണം ഒരുപാട് സ്പൈസും ചേർക്കുന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ പച്ചമുളക് ഇതിൻ്റെ കൂടെ അരച്ച് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് തന്നെ മിക്സ് ആക്കി കൊടുക്കുക. നല്ല സ്പൈസ് ഉണ്ടാവും, നമ്മൾ ഓവറായിട്ട് സ്പൈസസ് ചേർക്കുന്നില്ല. ഈ പച്ചമുളക് ചേർക്കുകയാണെങ്കിൽ ഒരു നാച്ചുറൽ ഫീലിംഗ് ആണ്. ഇനി ഇതിലേക്ക് 6 തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ല മസാല വേണം ഈ കല്യാണ വീട്ട് സ്റ്റൈലിലുള്ള ബിരിയാണി ഉണ്ടാക്കാൻ. അതുകൊണ്ടാണ് ഞാൻ 6 തക്കാളിയും 5 വലിയുള്ളിയും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്കിതൊന്ന് അടച്ചിട്ട് വേവിക്കാം. ഇപ്പോൾ തക്കാളിയും വലിയുള്ളിയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ നല്ല പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിച്ചപ്പ് പുതിന അരിഞ്ഞു വെച്ചത് ഡയറക്റ്റ് ചേർത്ത് കൊടുക്കാം. ഡയറക്റ്റ് അല്ല, കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പുളിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു കയ്യിൽ അല്ലെങ്കിൽ 1/4 തൈര് ചേർത്ത് കൊടുക്കുകയാണ്. 1/4 കയ്യിൽ തൈര് ചേർക്കുകയാണ്. നിങ്ങൾക്ക് പുളി എത്ര വേണ്ടത് അതിനനുസരിച്ച് ചേർക്കാം, ഓവർ ആക്കണ്ട. ഇനി ഇതിലേക്ക് ചിക്കൻ വലിയ പീസാക്കിയിട്ടുള്ള ചിക്കനാണ് നമ്മൾ ബിരിയാണിക്ക് ഡയറക്റ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കുന്നത്. കാരണം ഇങ്ങനെ പൊരിക്കാതെയാണ് ഞാനിപ്പോൾ ബിരിയാണി ചെയ്തിട്ടുള്ളത്. കാരണം ഇങ്ങനെ ചേർക്കുകയാണെങ്കിൽ ആ മസാല ഒക്കെ നന്നായിട്ട് പിടിക്കും. പൊരിക്കുകയാണെങ്കിൽ എനിക്ക് ഇത്ര ടേസ്റ്റ് എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി അല്ലെങ്കിൽ ബിരിയാണി മസാലപ്പൊടി. ഇനി ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ചിക്കനിൽ മസാല പിടിക്കാനാണ് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നത്. ലാസ്റ്റായിട്ട് നമുക്ക് അല്പം ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് വേവിക്കാൻ വെക്കാം. പാകത്തിന് ഉപ്പ് വേണം ചേർക്കാൻ. ഞാൻ ഇപ്പോൾ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉള്ളിൽ നമ്മൾ ഓൾറെഡി ഉപ്പ് ഇട്ടിക്കണ്, അതുകൊണ്ടാണ് ഇത്ര ചേർത്തത്. ഇനി നമുക്ക് വെള്ളമൊന്നും ഒഴിക്കണ്ട, ഡയറക്റ്റ് മൂടിയിടാം, അപ്പം തന്നെ വെള്ളം വരും. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഒരു 4 പച്ചമുളക്, 5-6 വെളുത്തുള്ളി, 1 പീസ് ഇഞ്ചി, കുറച്ച് മല്ലിച്ചപ്പ് പുതിന, ഒരു 1/4 ടീസ്പൂണ് തൈരും, 1/4 ടീസ്പൂണ് കുരുമുളകും, 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇത് ചെയ്യുന്നത് നമ്മൾ സ്പൈസി ചിക്കന് വേണ്ടിയിട്ടാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ ചിക്കനിൽ. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പിയും കൂടി ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി മിക്സാക്കിയ ചിക്കൻ നമുക്കൊരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം.
ഇപ്പോൾ ഉമ്മ റൈസ് ചെയ്ത് തന്നിട്ടുണ്ട്. അതാണ് ഞാൻ റൈസിൻ്റെ വീഡിയോ ഞാൻ ഇടാത്തത്. ഇനി ഒരു പാത്രം എടുത്തിട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും അല്പം മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഒരു ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് മുളക് പൊടിയും ചേർത്തിട്ട് നമുക്ക് അല്പം വെള്ളം ചേർത്തിട്ട് ജസ്റ്റ് ഒരു ചെറിയൊരു ബാറ്റർ ഉണ്ടാക്കാം. ചിക്കൻക്ക് വേണ്ടിയിട്ടാണിത്. വെള്ളം ഓവറായി പോകരുത്, തുള്ളി വെള്ളം ഒഴിച്ചിട്ടേ കലക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഇതേ ബാറ്ററിലേക്ക് ചേർത്ത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി മസാല ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായി വെന്ത് വന്ന് ഞാൻ ഓഫാക്കിയിട്ടുണ്ട്. ഇനി പകുതി മസാല നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മളിപ്പോൾ ലെയർ ആയിട്ടാണ് ബിരിയാണി സെറ്റ് ചെയ്യാൻ പോകുന്നത്. ലെയറായിട്ട് വെക്കുമ്പോൾ നമ്മൾ അടിയിലുള്ള മസാല ഒന്ന് പരത്തി കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ഒരു പകുതി റൈസ് ഇട്ട് കൊടുക്കുന്നത്. റൈസ് ഇപ്പോൾ ഹാഫ് വേവിലാണ് നമ്മൾ ഊറ്റിയെടുത്തിട്ടുള്ളത്. അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. നന്നായിട്ട് വേവാനൊന്നും പാടില്ല. ഒരു ഹാഫ് വേവിലാണ് നിങ്ങൾ റൈസ്, കാരണം നമ്മൾ ഓൾറെഡി ദമ്മിടുമല്ലോ. അപ്പോൾ ദമ്മിടുമ്പോൾ വീണ്ടും അതിൽ കിടന്നിട്ട് തന്നെ വേവും. അതുകൊണ്ടാണ്, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. അല്പം നെയ്യ്, ലേശം ചെറുനാരങ്ങ നീര്, റൈസിനൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഏലക്കാപ്പൊടി അല്ലെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി മാറ്റിവെച്ച ചിക്കൻ്റെ മസാല വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. വീണ്ടും റൈസ് ലെയർ ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് മസാല അടിയിൽ ഏറി പോകുന്നുള്ള പേടിയൊന്നുമില്ല. ലെയറാക്കി ചെയ്യുമ്പോൾ കുറച്ചും കൂടി കംഫർട്ടബിൾ ആണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. മുകളിൽ നേരത്തെ ചെയ്ത പോലെ വീണ്ടും നെയ്യൊഴിക്കാം. അല്പം ചെറുനാരങ്ങ നീര്, ലേശം ഒരു നുള്ള് ഗരം മസാലപ്പൊടി. ഇനി നമുക്ക് ബിരിയാണി ദമ്മിട്ട് വെക്കാം. നിങ്ങൾ ഈ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം കേട്ടോ. ഇതാണ് എൻ്റെ അടുക്കള. ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്യാറ്. ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. ഗ്രില്ലില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു പാനിലൊരു അല്പം ഓയിൽ വെച്ചിട്ട് പൊരിച്ചെടുക്കാവുന്നതാണ്. ഇങ്ങനെ ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. എൻ്റെ അടുത്ത് ഓൾറെഡി ഗ്രില്ലുണ്ട്. അപ്പോൾ ചിക്കൻ ഒരു ഹാഫ് വേവായിട്ടുണ്ട്. കണലിലല്ലേ, അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. മറിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ ഒരു തട്ടുണ്ടെങ്കിൽ ഒന്നിങ്ങനെ വീശി കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ചൂട് കയറും, തീയിട്ട് കെട്ടുപോകില്ല. നല്ല കണലുണ്ട്, അതുകൊണ്ടാണ്. ഇനി ഇതിൻ്റെ മുകളിൽ അല്പം ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഹാഫ് വേവായിട്ട് മറിച്ചിട്ട് നമ്മൾ ഗ്രില്ല് മറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ അല്പം ഓയിൽ സ്പ്രെഡ് ചെയ്യാണ്. പാനിലാവുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല, കാരണം നമ്മൾ ഓൾറെഡി അങ്ങനെ ചെയ്യല്ലേ. പാനിൽ ഓയിൽ വെച്ചിട്ടല്ല പൊരിക്കുന്നത്. അതുകൊണ്ടാണ് പാനിലാണെങ്കിൽ അത് വേണ്ട എന്ന് പറഞ്ഞത്. ഓവർ ഓയിൽ ഒഴിച്ചിട്ട് നിങ്ങൾ പൊരിക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ബിരിയാണിയൊക്കെ സെറ്റായി. എൻ്റെ ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ബിരിയാണി സെർവ് ചെയ്യാം. എല്ലാവരും ഫുഡ് കഴിക്കാനൊക്കെ കാത്തിരിക്കുകയാണ്. നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ചിക്കനും റൈസും മസാലയും ഒക്കെ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. നമ്മുടെ ചിക്കനും റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ ഗ്രീൻ സ്പൈസി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യണം ഇത്. എരിവ് ഇഷ്ടമല്ലാത്തവരൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ സ്പൈസസ് അതിനനുസരിച്ച് കുറക്കാം. നല്ല സ്പൈസ് ഉണ്ട് ഇതിന്. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ലഞ്ച് വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കുന്ന വീഡിയോ ഞാൻ ഒരുപാടൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ജസ്റ്റ് ഒന്നിങ്ങനെ കാണിച്ചു എന്നുള്ളൂ. അതൊക്കെ ഓരോരുത്തരുടെ പ്രൈവസി അല്ല, അതുകൊണ്ടാണ് ഞാനിത് കാണിക്കാത്തത്. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ലഞ്ച് വിശേഷങ്ങൾ. ലഞ്ചൊക്കെ കഴിച്ച് ജസ്റ്റ് ഞാനും മോനും കൂടി ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. മഴയൊക്കെ ആയിരുന്നു, അപ്പോൾ അത് അങ്ങനെ പുറത്തൊന്നും ഇറങ്ങാൻ പറ്റിയിട്ടില്ല. ജസ്റ്റ് തോടൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. പിന്നെ നിങ്ങൾക്കും ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. നല്ല അടിപൊളി ഫീലാണ് കേട്ടോ ഇവിടെയൊക്കെ കാണാൻ. വെള്ളമൊക്കെ നിറഞ്ഞപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയെന്നുള്ളൂ. അപ്പോൾ എൻ്റെ റെസിപ്പീസും അതുപോലെ എൻ്റെ വ്ളോഗും ഒക്കെ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. ഇത് ആ കാണുന്നതാണ് എൻ്റെ വീട്.
അപ്പോൾ ഈവനിങ് ഒക്കെ ആയപ്പോൾ ബാങ്ക് കൊടുക്കാനായിരുന്നു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് യാത്രയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അധികം വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, ജസ്റ്റ് ഒന്നിങ്ങനെ എടുത്തേ ഉള്ളൂ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയ റെസിപ്പീസും പുതിയ വ്ളോഗായിട്ട് നമുക്ക് പിന്നീട് കാണാം. അസ്സലാമു അലൈക്കും.